നമസ്കാരം. 2025 സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പ്രതിരോധ സുരക്ഷാ രംഗത്ത് വൻ പ്രാധാന്യമർഹിക്കുന്ന ഒരു മെഗാ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മിഷൻ സുദർശൻ ചക്ര എന്നു പേര് നൽകിയ പുതിയ ദേശീയ വ്യോമ പ്രതിരോധ ഷീൽഡ് പദ്ധതിയാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത്. അടിയന്തര സ്വഭാവത്തോടെ അതിനൂതന സാങ്കേതിക വിദ്യയിൽ സാധ്യമാക്കുന്ന ഈ ഡിഫൻസ് ഷീൽഡ് ഇസ്രയേലിന്റെ അയൺ ഡോമിനോട് സാമ്യമുള്ള സമ്പൂർണ്ണ ഹയർ ആൻഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ ഇന്ത്യ സദാ സജ്ജമാണെന്ന് ഉറപ്പാക്കുന്നതിന് നൂതന ആന്റി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയാണ് സുദർശൻ ചക്ര സാധ്യമാക്കുന്നത്. ചൈന സ്റ്റെൽത്ത് ജെറ്റുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനാകട്ടെ ചൈനയുടെ പ്രധാന പ്രതിരോധ ഉപഭോക്താവുമാണ്. ഇത് ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ചൈനയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങൾ നടത്തിയേക്കാം. ഇത്തരം ഭീഷണികൾ മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ സുദർശൻ ചക്ര സാധ്യമാക്കുന്നത്. സാധാരണ റഡാറുകൾക്ക് പിടികൂടാൻ കഴിയാത്തത്ര ന്യൂനശബ്ദം പുറപ്പെടുവിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ, ദീർഘദൂര മിസൈലുകൾ, ഡ്രോണുകൾ, ഹൈസ്പീഡ് വ്യോമായുധങ്ങൾ എന്നിവയെല്ലാം നിഷ്പ്രയാസം കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായാണ് സുദർശൻ ചക്ര രാജ്യം സാധ്യമാക്കുന്നത്. ഏറ്റവും താഴ്ന്ന നിരീക്ഷണ കോൺഫിഗറേഷനിൽ പോലും സ്റ്റെൽത്ത് ജെറ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായകമായ ആന്റി സ്റ്റെൽത്ത് റഡാറുകളും ഇന്റർസെപ്റ്റർ മിസൈലുകളും സുദർശൻ ചക്രയുടെ ഭാഗമാകും. ഇവ വിന്യസിക്കാനുതകുന്ന ആന്റി സ്റ്റെൽത്ത് കൗണ്ടർ ഗ്രിഡിന്റെ വികസനം ആരംഭിച്ചുവെന്നാണ് ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. വിവിധ പാളികളുള്ള സുദർശൻ ചക്ര പ്രതിരോധ വലയം ദീർഘദൂര നിരീക്ഷണ പരിധിയുള്ള റഡാറുകൾ, സെൻസറുകൾ, AI സംവിധാനങ്ങൾ എന്നിവയ്ക്കൊപ്പം മികച്ച ശേഷിയും കരുത്തുമുള്ള മിസൈലുകൾ, ആയുധ സംവിധാനങ്ങൾ, ഉപഗ്രഹ ഡാറ്റ സിസ്റ്റംസ്, ഡാറ്റ നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള യുദ്ധതന്ത്ര സംവിധാനം എന്നിവയെല്ലാം സംയോജിപ്പിച്ചാണ് വികസിപ്പിക്കുക. ചൈനയുടെ J-20 മൈറ്റി ഡ്രാഗൺ സ്റ്റെൽത്ത് ഫൈറ്റർ, വരുവാനിരിക്കുന്ന J-35 കാരിയർ അധിഷ്ഠിത സ്റ്റെൽത്ത് ജെറ്റ് തുടങ്ങിയ ലോ റഡാർ ക്രോസ് സെക്ഷൻ വ്യോമ യുദ്ധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ കഴിവുള്ള അടുത്ത തലമുറ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലയാണ് ഇന്ത്യ സാധ്യമാക്കുന്നത്. സുദർശൻ ചക്രയുടെ ഭാഗമായുള്ള നിർണായക ഉപസംവിധാനങ്ങൾ ഇതിനകം തന്നെ രാജസ്ഥാനിലും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലുമായി ഫീൽഡ് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്തുന്നതിനായി നൂതന VHF, UHF റഡാർ, ഫോട്ടോണിക് റഡാർ, റഡാർ നെറ്റ്വർക്ക്, AI എന്നിവയും സുദർശൻ ചക്രയുടെ ഭാഗമാകും. സുദർശൻ ചക്രയുടെ മർമ്മപ്രധാന ഭാഗമെന്ന് പറയുന്നത് പ്രൊജക്ട് കുശയാണ്. രാജ്യാന്തര തലത്തിൽ നിലവിൽ പ്രചാരത്തിലുള്ള S-400 പോലുള്ള ദീർഘദൂര ഉപരിതല മിസൈൽ സംവിധാനത്തിന്റെ ഇന്ത്യൻ പതിപ്പുകളുടെ വികസനമാണ് പ്രൊജക്ട് കുശയിലൂടെ യാഥാർത്ഥ്യമാവുക. 150 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾക്ക് നേരെ കുതിച്ചു ചെന്ന് അവയെ തകർക്കാൻ ശേഷിയുള്ള M1, 250 മുതൽ 400 കിലോമീറ്റർ ദൂരത്തിൽ വരെ അതിവേഗം ചീറിപ്പാഞ്ഞു ചെല്ലാൻ കഴിവുള്ള M2, M3 എന്നിങ്ങനെയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണമാണ് പ്രൊജക്ട് കുശയുടെ ഭാഗമായി നടന്നുവരുന്നത്. 2028ഓടെ പ്രൊജക്ട് കുശ പൂർത്തിയാകുമെന്നാണ് പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർന്ന് 2035 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വ്യോമ, കര, നാവിക അതിർത്തികൾ ഉൾപ്പെടെ രാജ്യത്തെ മുഴുവനായും ഒരൊറ്റ സുരക്ഷാ പ്രതിരോധ വലയത്തിനുള്ളിലാക്കുന്ന സുദർശൻ ചക്ര എന്ന ഡിഫൻസ് ഷീൽഡ് യാഥാർത്ഥ്യമാക്കപ്പെടും. അത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ വലിയ പ്രതിരോധ നേട്ടമായിരിക്കുമെന്നതിൽ തർക്കമില്ല. വാർത്തയുടെ നിറം തേടി തനി നിറം.